അറ്റ് പ്രസൻറ്റ് ഏറ്റവും ഹോട്ട് കോൺട്രവേഴ്സിയാണ് പേഴ്സണൽ ട്രെയിനേഴ്സും പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷനും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. പ്രോട്ടീൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൈക്രോ ന്യൂട്രീഷൻ ഇൻ അവർ ഡയറ്റ്. കാർബോയും ഫാറ്റും പോലെ പ്രൈമറിലി എനർജിക്ക് വേണ്ടി എല്ലാം യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഹ്യൂമൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. നമ്മുടെ മസിൽസ് ആൻഡ് ബോൺസ്, മൈക്രോ സെല്ലുലാർ മെക്കാനിസം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹോർമോൺസ്, എവറിത്തിങ് ഈസ് ബിൽട്ട് അപ്പോൺ പ്രോട്ടീൻ. ഒപ്പം തന്നെ നമ്മുടെ ബോഡിയിലെ ആസിഡ് ബേസ് ബാലൻസിന്, സെല്ലുലാർ സിഗ്നലിങ്ങിന്, ന്യൂട്രീഷൻ ട്രാൻസ്പോർട്ടേഷന്, നമ്മുടെ ഒരു വർക്ക് കഴിഞ്ഞാലുള്ള നമ്മുടെ ബോഡി റിക്കവറിക്ക് എല്ലാം തന്നെ പ്രോട്ടീൻ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാക്രോ ന്യൂട്രീഷൻ കുറച്ചധികം ഒരാൾ ഡയറ്റിൽ എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പ്രോട്ടീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് അമിനോ ആസിഡ്. പ്രകൃതിയിൽ ഏകദേശം 100-ലധികം അമിനോ ആസിഡ്സ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഏകദേശം 20ഓളം അമിനോ ആസിഡ്സ് വേണം. അതിൽ തന്നെ 9ഓളം അമിനോ ആസിഡ്സ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി അത് സിന്തസൈസ് ചെയ്യില്ല, നിങ്ങൾ ഡയറ്റിലൂടെ എടുക്കുക തന്നെ വേണം. വിഗാൻ ഡയറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള അമിനോ ആസിഡ്സും ലഭിച്ചെന്ന് വരില്ല. ഇനി സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലേക്ക് വരുന്ന സമയത്ത് പേഴ്സണൽ ട്രെയിനേഴ്സിനോട് സപ്ലിമെൻറ്റ് റെക്കമെൻഡ് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഒരു ഫുഡോ ഡ്രഗോ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് അതിനെ ഒരു ഓതറൈസ്ഡ് ബോഡി അപ്രൂവ് ചെയ്യുന്നത് പോലെ സപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല. അത് മാർക്കറ്റിലെത്തി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അത് അഡൾട്രേറ്റഡ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സപ്ലിമെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സപ്ലിമെൻറ്റ് അവർക്ക് അതേ എഫക്റ്റ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിന് നിങ്ങൾക്കൊരു ഉറപ്പില്ല. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ആളുകൾ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവാനുള്ള, അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ആസ് എ റെസ്പെക്റ്റബിൾ ക്രെഡിബിൾ പ്രൊഫഷണൽ പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സപ്ലിമെൻറ്റ് വേണം അല്ലെങ്കിൽ പ്രോട്ടീൻ ഡയറ്റ് ആവശ്യമാണെന്നുള്ള രീതിയിൽ ക്ലയൻറ്റിനോട് ഡിസ്കസ് ചെയ്യുകയും പെർട്ടിക്കുലർ സപ്ലിമെൻറ്റ് റെക്കമെൻഡേഷൻ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരൊരു ഡയറ്റീഷ്യൻ്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. താങ്ക് യു.